ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അഇദാ കുന്നാ ഇളാമൻ നഖിറ. വചനം 11. അഇദാ കുന്ന നാം ആയിട്ടാണോ, ഇളാമൻ എല്ലുകൾ, അസ്ഥികൾ, നഖിറ ദ്രവിച്ച, ജീർണിച്ച, നുരുമ്പിയ. നാം ജീർണിച്ച് എല്ലുകളായി തീർന്നിട്ടാണോ ആ മടക്കം? ഖാലൂ തിൽക ഇദൻ കർറത്തുൻ ഖാസിറ. വചനം 12. ഖാലൂ അവർ പറഞ്ഞു, പറയുകയാണ്, തിൽക അത്, ഇദൻ എന്നാൽ, അങ്ങനെയാണെങ്കിൽ, കർറത്തുൻ ഒരു തിരിച്ചുവരവാണ്, മടക്കമെത്രേ, ഖാസിറ നഷ്ടകരമായ. അവർ പറയുകയാണ്, അങ്ങനെയെങ്കിൽ നഷ്ടകരമായ ഒരു തിരിച്ചുവരവത്രേ അത്. ഫഇന്നമാ ഹിയ സജറത്തുൻ വാഹിദ. വചനം 13. ഫഇന്നമാ ഹിയ എന്നാൽ നിശ്ചയമായും അത്, സജ്റത്തുൻ വമ്പിച്ച ഒരു ശബ്ദം, ഇരമ്പൽ മാത്രം ആയിരിക്കും, വാഹിദ ഒരേ, ഏക എന്നാൽ അത് ഒരേ ഒരു ഘോര ശബ്ദം മാത്രമായിരിക്കും. ഫഇദാ ഹും ബിസ്സാഹിറ. വചനം 14. ഫഇദാഹും അപ്പോൾ അവരതാ, ബിസ്സാഹിറ ഭൂമുഖത്തായിരിക്കും, ഭൂമിയിൽ നഗ്നമായ മൈതാനത്ത് ആയിരിക്കും. അപ്പോഴേക്ക് അവരതാ ഭൂമുഖത്തായിരിക്കും. ഹൽ അതാക ഹദീസു മൂസ. വചനം 15. ഹൽ അറ്റാക്ക നിനക്ക് വന്നിരിക്കുന്നുവോ, ഹദീസു മൂസ മൂസായുടെ വർത്തമാനം, വിഷയം. നബിയെ, നിനക്ക് മൂസായുടെ വർത്തമാനം വന്നിരിക്കുന്നുവോ? ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ. വചനം 16. ഇദ് നാദാഹു അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം, റബ്ബുഹു അദ്ദേഹത്തിന്റെ റബ്ബ്, ബിൽ വാദിൽ മുഖദ്ദസി പരിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിൽ വെച്ചു, തുവാ അതായത് തുവാ എന്ന പരിശുദ്ധ താഴ്വരയിൽ വെച്ച് അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. വചനം 17. ഇദ്ഹബ് നീ പോകുക, ഇലാ ഫിർഔൻ ഫിർഔന്റെ അടുക്കലേക്ക്, ഇന്നഹു തഗാ നിശ്ചയമായും അവൻ അതിരുവിട്ടിരിക്കുന്നു, ധിക്കാരം മുഴുത്തിരിക്കുന്നു. നീ ഫിർഔന്റെ അടുക്കലേക്ക് പോയിക്കൊള്ളുക, നിശ്ചയമായും അവൻ ധിക്കാരത്തിൽ അതിരു കവിഞ്ഞിരിക്കുന്നു. ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്കാ. വചനം 18. ഫഖുൽ എന്നിട്ടു പറയുക, ഹൽ ലക നിനക്ക് ഉണ്ടോ, ഒരുക്കം, തയ്യാർ, ആവശ്യം ഉണ്ടോ, ഇലാ അൻ തസക്ക നീ പരിശുദ്ധി പ്രാപിക്കുവാൻ, നന്നായിത്തീരാൻ. എന്നിട്ട് പറയുക, നീ പരിശുദ്ധി പ്രാപിക്കേണ്ടതിലേക്ക് നിനക്ക് ഒരുക്കമുണ്ടോ? വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. വചനം 19. വഅഹ്ദിയക
ഞാൻ നിനക്കു മാർഗദർശനം നൽകുവാനും ഇലാ റബ്ബിക നിന്റെ റബ്ബിങ്കലേക്ക് ഫതഖ്ഷ അങ്ങനെ നീ ഭയപ്പെടുവാനും നിന്റെ റബ്ബിങ്കലേക്ക് ഞാൻ നിനക്കു മാർഗദർശനം നൽകുകയും അങ്ങനെ നീ അവനെ ഭയപ്പെടുകയും ചെയ്യുന്നതിനും ഒരുക്കമുണ്ടോ? വചനം 20. ഫഅറാഹു അങ്ങനെ അദ്ദേഹം അവനു കാട്ടിക്കൊടുത്തു. അൽ ആയത്തൽ കുബറ വമ്പിച്ച ദൃഷ്ടാന്തം. അങ്ങനെ അദ്ദേഹം അവന് ആ വമ്പിച്ച ദൃഷ്ടാന്തം കാട്ടിക്കൊടുത്തു. ഹാഫിറ എന്ന വാക്കിന് കുഴി എന്നർത്ഥം. വന്ന വഴിക്കു തന്നെ മടങ്ങി, വന്നപാടെ തിരിച്ചുപോയി എന്നിങ്ങനെയുള്ള അർത്ഥത്തിൽ റജാഫി ഹാഫിറത്തി അവൻ തന്റെ കുഴിയിൽ വെച്ചു മടങ്ങി എന്ന് അറബിയിൽ പറയപ്പെടാറുണ്ട്. നിന്ന കുഴിയിൽ നിന്നു നീങ്ങിയില്ല എന്നും മറ്റും മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു പ്രയോഗമാണിതും. ഇതനുസരിച്ച് 10-ാം വചനത്തിൽ ഫിൽ ഹാഫിറത്തി എന്നതിന് ഫിൽ ഹാലത്തിൽ ഊല മുൻസ്ഥിതിയിൽ എന്നാണ് പല വ്യാഖ്യാതാക്കളും അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഖബറുകളാകുന്ന കുഴിയിൽ വെച്ച് എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും സാരം വ്യക്തമാണ്. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന മുശ്രിക്കുകൾ പരിഹാസപൂർവ്വം പറയുന്ന വാക്കുകളാണ് അള്ളാഹു ഈ വചനങ്ങളിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. മരണശേഷം എല്ലുകൾ പോലും ദ്രവിച്ചു ജീർണിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളെ ഖബറുകളിൽ വെച്ച് മുൻസ്ഥിതിയിൽ ജീവിപ്പിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആശ്ചര്യം! അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച നഷ്ടമായിരിക്കുമല്ലോ. ഞങ്ങൾ ആ ജീവിതത്തിലേക്കുള്ള യാതൊരു ഒരുക്കവും ചെയ്തിട്ടില്ലല്ലോ എന്ന് സാരം. അങ്ങനെയാണെങ്കിൽ അത് നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും. തിൽക്ക ഇദൻ കർറത്തുൻ ഖാസിറ എന്ന് ആ സത്യനിഷേധികൾ പരിഹാസപൂർവ്വം പറയുന്ന വാക്കുകളാണെങ്കിലും ബുദ്ധിയുള്ളവരെ ഇരുത്തി ചിന്തിപ്പിക്കുമാറുള്ള ഒരു യാഥാർത്ഥ്യം ആ വാക്കിൽ അടങ്ങിയിരിക്കുന്നു. താഴെ കാണുന്ന ആ കവിവാക്യം ആ യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുന്നു. ഖാലൽ മുനജ്ജിമു വത്വബീബു കിലാഹുമാ ലൻ യഹ്ശറൽ അംവാതു ഖുൽതു ഇലൈകുമാ ഇൻ സഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ ഔ സഹ ഖൗലി ഫൽ ഖിസാറു അലൈകുമാ. സാരം: ഗോളശാസ്ത്രക്കാരനും ശരീരശാസ്ത്രക്കാരനും പറയുന്നു മരണപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല എന്ന്. ഞാൻ പറയുന്നു നിൽക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ നഷ്ടക്കാരനല്ല. അഥവാ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കുമായിരിക്കും. മരണാനന്തര ജീവിതം യഥാർത്ഥത്തിൽ സംഭവിക്കുകയില്ല വരുന്ന പക്ഷം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും യാതൊരു ദോഷവും ബാധിക്കാനില്ല. നേരെ മറിച്ച് ഞാൻ പറയും പോലെ അത് യഥാർത്ഥമായി സംഭവിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് വമ്പിച്ച നാശമാണുണ്ടായിരിക്കുക. എനിക്കൊരു നഷ്ടവും വരാനില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ അതിൽ വിശ്വസിക്കുകയും ആ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാകൊണ്ട് അതിനായി യാതൊരു ഒരുക്കവും നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് താൽപ്പര്യം. അള്ളാഹു പറയുന്നു, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഭൂമിയുടെ ഇന്നത്തെ നിലയെല്ലാം മാറിപ്പോകുമെന്നും എല്ലാം സമനിരപ്പാക്കപ്പെടുന്നതാണെന്നും ഖുർആനിൽ പലപ്പോഴും പ്രസ്താവിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഊത്തിനെ തുടർന്ന് എല്ലാവരും ഖബറുകളിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തുവരികയും മഹ്ശറിൽ സമ്മേളിക്കുകയും ചെയ്യും. ഇതാണ് വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. അടുത്ത വചനങ്ങളിൽ ഈ മുശ്രിക്കുകളെക്കാൾ വമ്പിച്ച ശക്തനും ധിക്കാരിയുമായിരുന്ന ഫിർഔനിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. സീനാ പർവ്വതത്തിലെ തുവാ താഴ്വരയിൽ വെച്ച് അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ച വിവരം സൂറത്ത് ത്വാഹയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സംസാരത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്നത്.